മന്ത്രിസഭയെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്തോടുകൂടിയാണ് നൽകുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിലോ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലോ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാവുന്നതാണ്. ഇതാണ് മുൻകാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ളത്. ഭിന്നാഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഗവർണർമാർ മന്ത്രിസഭയെ അംഗീകരിച്ച ഭാഗം വായിക്കുന്നതും ഗവർണർമാർ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കുന്ന കീഴ്വഴക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്മാർ മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അതേപടി സഭാരേഖകളുടെ ഭാഗമാകുമെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കീഴ്വഴക്കങ്ങൾ പിന്തുടർന്നുകൊണ്ടുള്ള റൂളിംഗാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഈ അവസരത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കത്ത് മുഖാന്തരമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടില്ല. മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം ബഹുമാനപ്പെട്ട ഗവർണർ സ്വയം തിരുത്തി വായിക്കുന്ന നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെന്ററി വ്യവസ്ഥയിൽ ഇത്തരമൊരു നടപടി ഭരണഘടനാനുസൃതമായി കരുതാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ വിവേചനാധികാരങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഷാംഷർ സിംഗ് ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1974 AER 2192, നബാം റബിയ ആൻഡ് ബമാങ് ഫെലിക്സ് വേഴ്സസ് ഡെപ്യൂട്ടി സ്പീക്കർ അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് അതേഴ്സ് 2016 ആൻഡ് SCC 1 എന്നീ വിധിന്യായങ്ങളിൽ 7